റാന്നിയിലേക്കാണ്. റാന്നി നഗരത്തിൽ നിന്നും വെള്ളം പൂർണ്ണമായും മാറിയിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നം, ഈ മാലിന്യങ്ങളൊക്കെ അവിടെ വന്ന് അടിഞ്ഞുകൂടുന്നതാണ്, കൂടിക്കിടക്കുന്നതാണ്, ചെളി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതെല്ലാമാണ് ഇനി മാറ്റേണ്ടത്. അതിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോഴവിടെ തുടരുകയാണ്. വെള്ളപ്പൊക്കം ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദുരിതം എന്ന് പറയുന്നത് ഈ കാണുന്ന മാലിന്യമാണ്. ആ മാലിന്യം എത്രയും വേഗം ഈ പ്രദേശങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുക എന്നുള്ളതാണ്. വെള്ളം ഒഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പ്രദേശവാസികളെ സംബന്ധിച്ചാണെങ്കിലും ഇവിടുത്തെ മറ്റ് വകുപ്പുകളെ സംബന്ധിച്ചാണെങ്കിലും ഏറ്റവും കൂടുതൽ അവർ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നതാണ്. അപ്പോൾ അതിന് നാട്ടുകാർ തന്നെ മുന്നിട്ടിറങ്ങിയെങ്കിൽ, അല്ലെങ്കിൽ പ്രദേശവാസികൾ തന്നെ മുന്നിട്ടിറങ്ങിയെങ്കിൽ മാത്രമേ അതിനൊരു തീരുമാനമുണ്ടാവുകയുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മുടെ സ്ഥലം ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ റാന്നി MLA പഴകുളം മധു എന്നിവരുടെ നേതൃത്വത്തിൽ ആളുകളെ സംഘടിപ്പിച്ച് ഇവിടേക്ക് എത്തുകയും ക്ലീനിങ് തുടങ്ങുകയും ചെയ്തിരിക്കുന്നത്. അദ്ദേഹം അപ്പോൾ പൂർണ്ണമായിട്ടും ഇവിടെ ക്ലീൻ ചെയ്തെടുക്കുക. അതായത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് റാന്നി ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡിലാണ്. ആ ബസ് സ്റ്റാൻഡിലെ പൂർണ്ണമായിട്ടുമുള്ള വേസ്റ്റ് ഇപ്പോൾ ഇവിടെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളോടൊപ്പം ഈ റാന്നി MLA ഉണ്ട്. അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരല്പസമയം തടസ്സപ്പെടുത്തുകയാണ്. സാറേ, ഇപ്പം ക്ലീനിങ് ആണല്ലോ ഇനി വരുന്ന ഒരു ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പിടിച്ച കാര്യം എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏറ്റവും tedious ആയിട്ടുള്ള ജോലി എന്ന് വെച്ചാൽ ക്ലീനിങ് ആണ്. അപ്പോൾ ക്ലീനിങ് ഞങ്ങൾ തന്നെ രാവിലെ ഇറങ്ങി ഈ ബസ് സ്റ്റാൻഡിലേക്ക് ഇനിയൊരു മഴ പെയ്താൽ ഈ വേസ്റ്റ് എല്ലാം ഇവിടെ കിടന്ന് അത് വലിയൊരു വലിയ ദുരന്തത്തിന് കാരണമാകും. ആ രോഗങ്ങളൊക്കെ പടരും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ തന്നെ മുൻകൈ എടുത്ത് ഇതെല്ലാം ശുചീകരിക്കുന്നത്. ഈ വേസ്റ്റൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇനി ഫയർഫോഴ്സിനെ കൊണ്ടുവന്ന് വെള്ളമൊക്കെ അടിച്ച് ക്ലീൻ ആക്കി അങ്ങിടാം. ഭാഗ്യം, നമ്മൾ പ്രതീക്ഷിക്കാം ഇനി മഴ പെയ്യത്തില്ല എന്ന് പ്രതീക്ഷിക്കാം. ഇനി മുന്നോട്ട് എങ്ങനെയാണ് റാന്നിയെ സംബന്ധിച്ച് ആദ്യം ഞാൻ പറഞ്ഞല്ലോ ക്ലീനിങ്. രണ്ടാമത്തെ പർപ്പസ് എവരുടെയൊക്കെ ലോസിന് കണക്കെടുക്കണം. എന്തുമാത്രം നഷ്ടം ഉണ്ടായിട്ടുണ്ട്. വ്യാപാരികൾക്കാണ് പ്രത്യേകിച്ച്. വ്യാപാരികളുടെ എല്ലാ സാധനങ്ങളും പോയി, ഒത്തിരി നഷ്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓണത്തിന് വേണ്ടി വാങ്ങി സൂക്ഷിച്ചിരുന്ന ഒട്ടുമിക്ക സാധനങ്ങൾ നഷ്ടപ്പെട്ടവർക്ക്. അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കണം, അതിന് കണക്കെടുപ്പ് നടത്തണം. 2018 കബളിപ്പിക്കപ്പെട്ടവരാണ്, വഞ്ചിക്കപ്പെട്ടവരാണ്. വാങ്ങിവെച്ച സാധനത്തിന് പ്രൈസ് സ്റ്റിക്കർ പോലും ഒട്ടിക്കാത്ത, പ്രൈസ് ടാഗ് പോലും ഒട്ടിക്കാത്ത സാധനങ്ങൾക്ക് GST കൊടുക്കേണ്ടി വന്ന ഹതഭാഗ്യന്മാരാണ് ഈ റാന്നിയിലെ വ്യാപാരികൾ. അവർക്ക് ഇത്തവണ വലിയ പ്രശ്നമുണ്ട്. ആ പ്രശ്നം പരിഹരിക്കണം. അതാദ്യം ഇമ്മീഡിയറ്റ് പ്രശ്നമാണ്. പിന്നെ കിണറുകളിലെ മാലിന്യ ജലങ്ങൾ നീക്കം ചെയ്യണം. വീടുകൾക്കകത്ത ക്ലീനിങ്. ഒരു ഭാഗ്യം ഉണ്ടായെന്ന് വെച്ചാൽ 2018 ഡാം തുറന്ന് വിട്ട ചെളി മൊത്തം ഇങ്ങോട്ട് വന്നു. ഇത്തവണ ചെളിയില്ല, നല്ല തെളിഞ്ഞ വെള്ളമാണ് എല്ലാ വീടുകളിലും കണ്ടിലും കയറിയിട്ടുള്ളത്. അതൊരു മഹാഭാഗ്യമാണ്. അത് ക്ലീനിങ് ജോലി പകുതിയാക്കും. കഴിഞ്ഞ തവണത്തേക്കാൾ നമുക്ക് പകുതി ആയാസമേ ഇത്തവണ ക്ലീനിങ്ങിന് ആവശ്യമേ വരത്തുള്ളൂ. ഞങ്ങൾ ഇന്ന് ഈ വാർത്ത കാരണം പത്തനംതിട്ടയിൽ നിന്ന് വരുന്നവരാണ്. MLA ഇവിടെ ഇത്രമാത്രം വർക്ക് ചെയ്യുന്നത് കണ്ടുകൊണ്ട് പുള്ളിക്ക് സഹായം ചെയ്യാനും വേണ്ടിയും ഞങ്ങളുടെ ബന്ധുക്കളായ ആൾക്കാരുടെ കടകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് 4 പേരെത്തിയാണ്. വ്യാപാരിയെ സംബന്ധിച്ചോളം അതിഭീകരമായ ഒരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 2018 വെള്ളപ്പൊക്കത്തിനും അതിന് സമാനമായ രീതിയിലുള്ള നഷ്ടങ്ങളാണ് വ്യാപാരികളുണ്ട്. അവർക്ക് അതുകൊണ്ട് അവരെ വേണ്ട രീതിയിൽ സർക്കാർ പരിഗണിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. റാന്നി ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡിൽ നിന്നും സുധീഷ് തെരുവിലേക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്.